Dear students, today we are going to start a new chapter, that is income from salaries. All of you know income tax is computed on total income of an assessee during the previous year, and total income is computed from the gross total income. Then what is gross total income? Gross total income is the aggregate of all incomes under 5 heads of income. What are the 5 heads of income? They are income from salaries. Income from salary കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 15 മുതൽ സെക്ഷൻ 17 വരെയുള്ള സെക്ഷനുകളിലാണ്. ഓക്കെ, then income from house property, the various sections relating to computation of income from house property are sections 22 to 23. Then profits and gains of business or profession, sections 28 to 44. Then capital gains, sections 45 to 55. And income from other sources, the various sections relating to the computation of income from other sources are 56 to 59. Okay, then let us see what is the meaning and basis of charge of salary income. Any remuneration earned by an employee from his employer in consideration for services rendered by him is called salary. It includes monetary value of all benefits and facilities provided by the employer. This is the exact meaning of the term salary. എന്താണ് സാലറിയുടെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? Remuneration earned by an employee from his employer in consideration for services rendered by him. ഒരു സർവീസ് റെൻഡർ ചെയ്തതിന് എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന റെമ്യൂണറേഷനെയാണ് സാലറി എന്ന് പറയുന്നത്. ആ റെമ്യൂണറേഷനിൽ എന്തും പെടും? എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും എല്ലാ ബെനിഫിറ്റ്സിൻ്റെയും മോണിറ്ററി വാല്യൂ ഈ സാലറി എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുന്നു. ഓക്കെ, and under section 15 of the Income Tax Act, the following incomes are taxable under the head salary. അപ്പോൾ സാലറി, ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുത്തുന്ന ഇൻകംസ് ഏതൊക്കെയാണ്? അതാണ് ബേസിസ് ഓഫ് ചാർജ് ഓഫ് സാലറി എന്ന് പറയുന്നത്. ആ ഇൻകംസ് ഏതൊക്കെയാണ് എന്ന് സെക്ഷൻ 15 വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എനി സാലറി ഫ്രം ദി പ്രസൻറ്റ് എംപ്ലോയർ or former employer to an assessee in the previous year, whether paid or not. ഒരു എംപ്ലോയിക്ക് പ്രസൻറ്റ് എംപ്ലോയറിൽ നിന്നോ മുൻപുണ്ടായിരുന്ന ഫോർമർ എംപ്ലോയറിൽ നിന്നോ കിട്ടുന്ന സാലറി, പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന സാലറി അയാളുടെ സാലറി ഇൻകത്തിൽ ഉൾപ്പെടും. വെദർ പെയ്ഡ് ഓർ നോട്ട്, അത് ആക്ച്വലി അത് കൊടുത്താലും ഇല്ലെങ്കിലും ആ സാലറി കിട്ടിയിട്ടുണ്ടോ, ക്യാഷായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, ഡ്യൂ ആയിട്ടുണ്ടോ, കിട്ടാനുള്ളതായി മാറിയിട്ടുണ്ടോ, അയാളുടെ സാലറി ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, എനി സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ഹിം in the previous year by or on behalf of the present employer or former employer, whether due or not. എന്താണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്? നിലവിലുള്ള പ്രസൻറ്റ് എംപ്ലോയറോ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയറോ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് പ്രീവിയസ് ഇയറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടുന്നതാണ്. വെദർ ഡ്യൂ ഓർ നോട്ട്, കൊടുക്കാനുള്ളതായി മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, അത് പ്രീവിയസ് ഇയറിൽ കൊടുത്തതാണെങ്കിൽ ആ പ്രീവിയസ് ഇയറിലെ അയാളുടെ സാലറി ഇൻകത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ആൻഡ് ദി തേർഡ് ഈസ് any arrears of salary paid or allowed to him in the previous year by or on behalf of the present employer or former employer, if not charged to tax previously. Okay, any arrears of salary, arrear ആയിട്ടുള്ള സാലറി കുടിശ്ശിക വന്നിട്ടുള്ള സാലറി പ്രീവിയസ് ഇയറിൽ ഒരു എംപ്ലോയിക്ക് നൽകുന്നു, ഫോർമർ എംപ്ലോയറോ പ്രസൻറ്റ് എംപ്ലോയറോ നൽകുന്നു. ആ സാലറി നേരത്തെ
ടാക്സ് ചെയ്തിട്ടില്ല, ആ സാലറിക്ക് എംപ്ലോയി നേരത്തെ ടാക്സ് ഒന്നും അടച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ പ്രീവിയസ്ലി ടാക്സ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, ഈ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന എല്ലാ അരിയേഴ്സ് ഓഫ് സാലറിയും ഇയാളുടെ, ഈ എംപ്ലോയിയുടെ ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ സാലറി ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസിപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. സാലറി കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ സാലറി ഡ്യൂ ആയാതെ കിട്ടിയാലും മതി. കിട്ടിയിട്ട് ഡ്യൂ ആയിട്ടില്ലെങ്കിലും ഡ്യൂ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും സാലറിയിൽ ഉൾപ്പെടും. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എമൗണ്ട് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സാലറി ചാർജ് ചെയ്യുന്നത്, ടാക്സിന് വേണ്ടിയിട്ട് കണക്കാക്കുന്നത് ഡ്യൂ ബേസിസിലാണ്, അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ് എന്ന് പറയും, അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസിസ്, വിച്ച് എവർ ഈസ് ഏർലിയർ. അത് ക്ലിയർ ആയ? ഡ്യൂ ബേസിസ് അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസിസ്. സാലറി നൽകേണ്ടത്, ഉദാഹരണം ഒരു മാസത്തെ ജനുവരി മാസത്തെ സാലറി നൽകേണ്ടത് ജനുവരി 31-നാണെന്ന് വിചാരിക്കുക. ജനുവരി 31 കഴിഞ്ഞാൽ അയാൾക്ക് സാലറി ഡ്യൂ ആയി. ക്ലിയർ? പക്ഷെ അയാൾക്ക് സാലറി ക്യാഷായിട്ട് കിട്ടിയോ? കിട്ടുന്നത് ഒരു പക്ഷേ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് എങ്കിലും, കിട്ടിയിട്ടില്ലെങ്കിലും ജനുവരി 31 ആവുന്നതോടുകൂടി അയാൾക്ക് സാലറി ഡ്യൂ ആയി. ഇനി ജനുവരി 31 മുൻപേ തന്നെ ജനുവരി 28 ആകുമ്പോൾ ജനുവരി മാസത്തെ സാലറി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം ജനുവരി 28 ആ സാലറി അയാളുടെ ഇൻകം ഫ്രം സാലറിയായി മാറിക്കഴിഞ്ഞു. ജനുവരി 31 കിട്ടേണ്ടത് 28 കിട്ടിയാൽ, അപ്പോൾ 28 ആകുമ്പോൾ, ജനുവരി 28 ആകുമ്പോൾ അയാൾ ജനുവരി മാസത്തെ സാലറി അക്രൂ ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല. സാലറി ഡ്യൂ ആകുന്നതിന് മുൻപേ തന്നെ കൊടുത്തിരിക്കുക 28-ാം തീയതി. മനസ്സിലായി? ഏതാണ് ഇതിൽ ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാലറി ടാക്സേഷന് വേണ്ടി ചാർജ് ചെയ്യുന്നത്. സാലറിൻ്റെ മീതെ ടാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടി സാലറി പരിഗണിക്കുന്നത് ഡ്യൂ ബേസിസിലാണ്, അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസിസ്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ? Then let us see the important points regarding salary. First one, employer-employee relationship. To treat a payment under the head salary, there must be an employer-employee relationship between the payer and payee. അപ്പോൾ സാലറി നൽകുന്ന ആളും സാലറി സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോൾ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന എമൗണ്ടേ സാലറി ഇൻകത്തിൽ ഉൾപ്പെടുകയുള്ളൂ. ഓക്കെ. Then second, every kind of remuneration of every kind of servant. The term salary covers every kind of remuneration of every kind of servant. There is no difference between the wages of laborers and salaries of high officials. അപ്പോൾ കൂലി ജോലി ചെയ്ത് കിട്ടുന്ന റെമ്യൂണറേഷൻ ഉണ്ടല്ലോ, അതും ഇൻകം ഫ്രം സാലറിയിൽ പെടുന്നതാണ്. ഹൈ ഒഫീഷ്യൽസിൻ്റെ സാലറിയും ഇൻകം ഫ്രം സാലറിയിൽ തന്നെയാണ് പെടുന്നത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യുന്നതോ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കുടെയും ഇൻകം സാലറിയിൽ തന്നെയാണ് ഉൾപ്പെടുക. ഓക്കെ. ദെൻ സാലറി ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ. ചിലപ്പോൾ ചില എംപ്ലോയീസിന് മോർ ദാൻ വൺ എംപ്ലോയറിൽ നിന്ന് നമുക്ക് സാലറി കിട്ടിയേക്കാം. അതെല്ലാം തന്നെ ഇൻകം ഫ്രം സാലറിയിലാണ് ഉൾപ്പെടുക. സാലറി ഫ്രം ഫോർമർ എംപ്ലോയർ, നമ്മൾ നേരത്തെ ആ ബേസിസ് ഓഫ് ചാർജ് അതിൽ പറഞ്ഞു. ഫോർമർ എംപ്ലോയറിൽ നിന്ന് സാലറി കിട്ടിക്കഴിഞ്ഞാലും ഇൻകം ഫ്രം സാലറി ആയിട്ട് തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. സാലറി ഫ്രം പ്രോസ്പെക്റ്റീവ് എംപ്ലോയർ. പ്രോസ്പെക്റ്റീവ് എംപ്ലോയറാണ്, നിലവിൽ എംപ്ലോയർ അല്ല. ഭാവിയിൽ എംപ്ലോയർ ആകാൻ പോകുന്ന അയാളുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അയാളിന് നേരത്തെ തന്നെ ഈ ജോലിയായി ബന്ധപ്പെട്ട് വല്ല എമൗണ്ടും നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. ഡിഡക്ഷൻസ് മെയ്ഡ് ബൈ എംപ്ലോയർ. ഇഫ് എൻ എംപ്ലോയർ മേക്സ് എനി ഡിഡക്ഷൻ out of salary payable to an employee, the amount so deducted is deemed to be received by employee and such amount shall come under the term salaries. ചില സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് സാലറി നൽകുമ്പോൾ ആ സാലറിയിൽ നിന്ന് ചില ഡിഡക്ഷൻസ് നടത്തും. അതായത് ഉദാഹരണമായിട്ട് ആ എംപ്ലോയി
ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആളാണ് എങ്കിൽ അയാൾക്ക് സാലറി കൊടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു മാസത്തെ സാലറി 1 lakh rupees ആണെന്ന് വിചാരിക്കുക. ആ 1 lakh rupees കൊടുക്കുന്നതിന് മുമ്പ് നിശ്ചിത എമൗണ്ട് അയാളുടെ ഇൻകം ടാക്സ് ആയിട്ട് എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്ത് 90,000 കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. 10% ഡിഡക്റ്റ് ചെയ്തു. 1,00,000-ൻ്റെ 10%, 10,000 ഡിഡക്റ്റ് ചെയ്ത് 90,000 ആണ് എംപ്ലോയിക്ക് ആക്ച്വലി കൊടുക്കുന്നത്. ഈ 10,000 എംപ്ലോയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അങ്ങനെയാണെങ്കിലും 90,000 എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ളൂ എങ്കിലും ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 10,000 rupees കൂടെ എംപ്ലോയി സ്വീകരിച്ചതായിട്ട് കണക്കാക്കും. അതായത് 1,00,000 രൂപ എംപ്ലോയിയുടെ സാലറി ഇൻകമായി കണക്കാക്കുകയും അതിൽ നിന്ന് എംപ്ലോയി 10,000 രൂപ ടാക്സ് അടച്ചതായിട്ട് കണക്കാക്കുകയും ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആ 10,000 രൂപ ഡീംഡ് ടു ബി റിസീവ്ഡ് ബൈ ദി എംപ്ലോയി എന്നാണ് പറയുക. എംപ്ലോയി സ്വീകരിച്ചതായി കരുതാവുന്ന ഇൻകമാണ് ആ 10,000 രൂപ. ഓക്കെ, അപ്പോൾ അതുകൂടെ അയാളുടെ സാലറി ഇൻകത്തിൽ ഉൾപ്പെടുത്തുകയും എന്നിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ടാക്സ് അടയ്ക്കേണ്ടത് എത്രയാണെന്ന് നോക്കുമ്പോൾ ഈ 10,000 രൂപ നേരത്തെ അടച്ചതും കഴിച്ച് ബാക്കി അടയ്ക്കേണ്ടതാണ്. ക്ലിയർ? അപ്പോൾ ഡിഡക്ഷൻസ്, എംപ്ലോയർ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് എംപ്ലോയി പേ ചെയ്യേണ്ടതാണല്ലോ, എംപ്ലോയി പേ ചെയ്യേണ്ടതാണ്. അത് എംപ്ലോയർ നടത്തിയെന്ന് മാത്രം, ബാക്കിയെ എംപ്ലോയിക്ക് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ? അത് എംപ്ലോയി ഡീംഡ് ടു ബി റിസീവ്ഡ് ബൈ ദി എംപ്ലോയി എന്നാണ് പറയുക. എംപ്ലോയി സ്വീകരിച്ചതായിട്ട് കരുതാവുന്ന എമൗണ്ടാണ്. അതുകൊണ്ട് അയാളുടെ സാലറിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദെൻ tax free salary. Tax free salary means the salary on which income tax is borne by the employer. എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്മീതെ ടാക്സ് എംപ്ലോയർ തന്നെ അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാലറിയെ ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ടാക്സ് ഫ്രീ സാലറി ദി ഗ്രോസ് എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി. ഇപ്പോൾ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ എന്താ ഉൾപ്പെടുത്തുക? ഗ്രോസ് എമൗണ്ട്, എംപ്ലോയർ അടച്ചിട്ടുള്ള ടാക്സും എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ള ആ സാലറിയും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള തുകയാണ് സാലറി ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുക. ദെൻ പെൻഷൻ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ആഫ്റ്റർ ഹിസ് റിട്ടയർമെൻറ്റ് ഈസ് എൻ ഇൻകം കവേർഡ് ബൈ ദി ടേം സാലറി. ഇപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് സാലറി പോലെ തന്നെയാണ്. അതായത് സാലറി റിട്ടയർമെൻറ്റിന് മുമ്പ് നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നു. പെൻഷൻ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം റെഗുലറായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടാണ്. എന്തു തന്നെയായാലും അത് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ളതാണ് എന്നറിയാൻ വേണ്ടി ഒരു പ്രത്യേക പേരിൽ വിളിക്കുന്നെന്ന് മാത്രം. പെൻഷനും ഇൻകം ഫ്രം സാലറിയിലാണ് വരിക. പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയർ payment received by an ഇവിടെ പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയർ എന്നല്ല, പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ എന്നാണ് നിങ്ങൾ വായിക്കേണ്ടത്. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ആഫ്റ്റർ സെസേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ്. ഒരു എംപ്ലോയർ എംപ്ലോയിയുടെ ജോലി അവസാനിപ്പിക്കുന്ന സമയത്ത്, അയാളുടെ കാലയളവ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് പേയ്മെൻറ്റ് നടത്തുമല്ലോ. ഒരു വലിയ എമൗണ്ട് കോമ്പൻസേഷൻ പോലെയൊക്കെ നൽകും. ആ എമൗണ്ടൊക്കെ ഇൻകം ഫ്രം സാലറിയിലാണ് വരിക. പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് അവസാനിപ്പിച്ചതിന് ശേഷം നടത്തുന്ന പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി എന്നാക്കുക. ഓക്കെ, ദെൻ voluntary foregoing or waiver of salary. In the voluntary foregoing, one salary is accrued to an employee, it is treated as an income under the head salary even if he waives it subsequently. ഒരാൾക്ക് ഒരു എംപ്ലോയിക്ക് സാലറി ലഭിച്ചു കഴിഞ്ഞു, സാലറി കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ സാലറി അയാൾക്ക് അനുവദിച്ചു കഴിഞ്ഞു, ഏൺ ചെയ്തു, സാലറി അയാൾ ഏൺ ചെയ്തു, പിന്നീട് പറയുകയാണ് ഈ സാലറി എനിക്ക് വേണ്ട, അയാൾ ഉപേക്ഷിക്കുകയാണ്, ഗവൺമെൻറ് തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ സാലറി ഇൻകമായിട്ട് തന്നെയാണ് കണക്കാക്കുക. അയാൾ അങ്ങനെ ഒഴിവാക്കിയത് കൊണ്ട് അയാളുടെ സാലറി ഇൻകം അല്ലാതായി മാറുന്നില്ല. കാരണം ഓൾറെഡി ആ സാലറി അയാൾ ഏൺ ചെയ്തു കഴിഞ്ഞു, അതിന് ശേഷമാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്. ഓക്കെ, ദെൻ 11th one, remuneration received by an agent.
any remuneration received by an agent from his principal is not treated as income under the head salary. അപ്പോൾ പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഏജൻ്റ് ആയിട്ടുള്ള വ്യക്തി സ്വീകരിക്കുന്ന എമൗണ്ടിനെ നമുക്ക് സാലറി എന്ന് പറയാൻ പറ്റില്ല, നോട്ട് കൺസിഡേർഡ് എ സാലറി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബട്ട് എമൗണ്ട് നൽകുന്ന ആളും സാലറി കൊടുക്കുന്ന ആളും സാലറി റിസീവ് ചെയ്യുന്ന ആളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എംപ്ലോയി റിലേഷൻഷിപ്പ് ആയിരിക്കണം, പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് ആയിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന സമയത്ത് ലഭിക്കുന്ന പ്രിൻസിപ്പലിൽ നിന്നും ഏജൻറ്റിന് ലഭിക്കുന്ന എമൗണ്ടിനെ, റെമ്യൂണറേഷനെ സാലറി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ MP-മാർ MLA-മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ MP-യും MLA-യും ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് അല്ല. MPs MLAs എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി അല്ല, പിന്നെ ആരാണ്? ഗവൺമെൻറ്റിൻ്റെ ഏജൻസാണ്, ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ സാലറി MLA-ക്കും MP-ക്കും ഒക്കെ സാലറി നൽകുന്ന ഗവൺമെൻറ്റും അത് സ്വീകരിക്കുന്ന MP-യും MLA-യും എല്ലാം എന്താണ്? ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ. അവിടെയുള്ള റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ സാലറി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, therefore remuneration received by MPs or MLAs are not treated as income under the head income from salary. പിന്നെ അത് എവിടെ വരുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലാണ്. ഇപ്പോൾ സാലറി റിസീവ്ഡ് ബൈ MP എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തോന്നും അത് ഇൻകം ഫ്രം സാലറി അല്ലേ എന്ന്. പക്ഷേ ഓർക്കുക, സാലറി എന്ന പേര് അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്താണ്, ഏത് ഹെഡിലാണ് വരിക? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. കാരണം ഗവൺമെൻറ്റും MP-യും അല്ലെങ്കിൽ MLA-യും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ല, പകരം അവിടെയുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ദെൻ 12th one, സാലറി ഓഫ് എ പാർട്ട്ണർ. Any salary received by a partner from the firm in which he is a partner is not treated as income under the head salary. It is treated as income under profits and gains of business or profession. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പാർട്ട്ണറുടെ സാലറി, പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടാകും, അതിൽ ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടാവുമല്ലോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ, മിനിമം 2 പേരെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആ പാർട്ട്ണർക്ക് ലഭിക്കുന്ന സാലറി നമ്മൾ സാലറി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ അത് ആക്ച്വലി ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടില്ല. ഓക്കെ, അതായത് ഹെഡിലെ വരിക പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ആ പാർട്ട്ണറുടെ ഇൻകമാണ്, പക്ഷേ ഇൻകം ഫ്രം സാലറി അല്ല വരിക, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലാണ് വരിക. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് സാലറി സ്വീകരിക്കുകയാണെങ്കിൽ. ഓക്കെ, ഫാമിലി പെൻഷൻ. Any family pension received by the widow or legal heirs of a deceased employee is not treated as income under salary. It is an income coming under the head income from other sources. അപ്പോൾ ഒരു എംപ്ലോയി സർവീസിലിരിക്കുന്ന സമയത്ത്, മരണപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഫാമിലി പെൻഷൻ കിട്ടും. അയാളുടെ വിധവയ്ക്ക് അല്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സിന് എന്തായാലും പെൻഷൻ ലഭിക്കും. അങ്ങനെ കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടില്ല എന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദെൻ നെക്സ്റ്റ് വൺ, റിസീവ്സ് ഫ്രം പേഴ്സൺസ് അതർ ദാൻ എംപ്ലോയർ. എനി റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫ്രം പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ വുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് ഇൻകം അണ്ടർ സാലറി. ഞാൻ പറഞ്ഞു, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രമേ സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയുള്ളൂ. ഇനി എംപ്ലോയർ അല്ലാത്തൊരു വ്യക്തിയിൽ നിന്ന് വല്ല റെമ്യൂണറേഷനും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അത് കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻകം തന്നെയാണ്. അതേത് ഹെഡിലാണ് വരിക? ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലാണ് ഉൾപ്പെടുത്തുക. Then surrender of salary. If an employee opts to surrender his salary to the government under section 2 of the voluntary
salaries, exemption from Taxation Act 1961, the salary so surrendered would not be treated as income under the head salary. It will be exempted from income tax. അപ്പോൾ സറണ്ടർ ഓഫ് സാലറി, ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാലറി ഡ്യൂ ആകുന്നതിന് മുൻപ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, നോക്കൂ, വളണ്ടറി ഫോർഗോയിങ് ഓഫ് സാലറി. എന്താ വളണ്ടറി ഫോർഗോയിങ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് സാലറി ഡ്യൂ ആയി, എംപ്ലോയി സാലറി ഏൺ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഇൻകം ഇല്ലാതായി മാറുന്നില്ല, ഇൻകം ഫ്രം സാലറിയിൽ ഉൾപ്പെടും. എന്നാൽ ഇവിടെ പറയുന്നത് സറണ്ടർ ഓഫ് സാലറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ആക്ട് ഉണ്ട്, വളണ്ടറി സറണ്ടർ ഓഫ് സാലറീസ് എക്സംഷൻ ഫ്രം ടാക്സേഷൻ ആക്ട് 1961. ആ ആക്ട് പ്രകാരം എനിക്ക് സാലറി വേണ്ട, ഞാൻ സാലറി സറണ്ടർ ചെയ്യാണ്, ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാലറി ആ വ്യക്തിയുടെ ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഒഴിവാക്കും. അതിന് ടാക്സ് ഒന്നും കണക്കാക്കേണ്ടി വരില്ല. അതാണ് സറണ്ടർ ഓഫ് സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്ലേസ് ഓഫ് അക്രൂവൽ. എന്താ ഈ പ്ലേസ് ഓഫ് അക്രൂവൽ എന്ന് പറഞ്ഞാൽ? പ്ലേസ് ഓഫ് അക്രൂവൽ എന്ന് പറഞ്ഞാൽ സാലറി ഏൺ ചെയ്യുന്ന പ്ലേസ്. ഇൻ ജനറൽ സാലറി അക്രൂസ് ടു ദാറ്റ് പ്ലേസ് വേർ ദി സർവീസസ് ആർ റെൻഡേഡ്. എവിടെയാണോ ഒരു എംപ്ലോയി അയാളുടെ സർവീസസ് റെൻഡർ ചെയ്യുന്നത്, സർവീസസ് നൽകുന്നത്, അവിടെയാണ് സാലറി, അവിടെ നിന്ന് സാലറി ഏൺ ചെയ്തു എന്നാണ് പൊതുവെ പറയുക. ഓക്കെ, if services are rendered in India, salary accrues in India. Okay, and if services are rendered outside India, the salary accrues outside India. ഇന്ത്യക്ക് പുറത്ത്, വിദേശത്താണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ സാലറി വിദേശത്ത് നിന്ന് അക്രൂ ചെയ്തു എന്നാണ് പറയുക. പ്ലേസ് ഓഫ് അക്രൂവൽ ഫോറിൻ കൺട്രി. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആൾ സാലറി അക്രൂ ചെയ്തിട്ടുള്ള, ഏൺ ചെയ്തിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിലും when the government of India employs Indian citizens for services rendered in foreign countries, the salary paid outside India is deemed to accrue in India. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ പൗരന്മാരെ വിദേശ രാജ്യങ്ങളിൽ ഹൈ കമ്മീഷണർ ഓഫീസിലും അതുപോലെ തന്നെ അംബാസഡർ ഓഫീസിലും മറ്റ് പല ആവശ്യത്തിനു വേണ്ടിയൊക്കെ ഡെപ്യൂട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അവരുടെ സേവനം നൽകുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള ഓഫീസിലിരുന്നാണ് അവർ ജോലി ചെയ്യുന്നത്. അവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കൂടെ അവർക്ക് സാലറി കൊടുക്കുമ്പോൾ ആ സാലറി അവർ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തതായി കരുതാവുന്ന ഇൻകമാണ്, ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തതായിട്ട് കരുതാവുന്ന ഇൻകമാണ്. പ്രത്യേകിച്ച് ഓർക്കുക, അവരുടെ സർവീസ് റെൻഡർ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലാണ് എങ്കിൽ കൂടെ that is treated as deemed to accrue in India. ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തതായി കരുതാവുന്നതാണ്. ഓക്കെ, then due date of salary. In the case of employees of government or semi-government organization, salary for a particular month is due on the first day of next month. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും സെമി ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും അവരുടെ ഒരു മാസത്തെ സാലറി ഡ്യൂ ആകുന്നത് എപ്പോഴാണ്? ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ദി നെക്സ്റ്റ് മന്ത്. ഇപ്പോൾ ജനുവരി മാസത്തെ സാലറി അവർക്ക് ഡ്യൂ ആകുന്നത് ഫെബ്രുവരി 1-ാം തീയതി, മാർച്ച് മാസത്തെ സാലറി ഡ്യൂ ആകുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. ക്ലിയർ? But in case of employees of bank or non-government organization, salary for a particular month is due on the last day of the same month. Okay, അപ്പോൾ ബാങ്കിലെ എംപ്ലോയീസും മറ്റ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലൊക്കെ സാലറി അതാത് മാസത്തെ സാലറി തന്നെയാണ് അവർക്ക് ഡ്യൂ ആകുന്നത്. ലാസ്റ്റ് ഡേയിൽ അയാൾക്ക് സാലറി ഡ്യൂ ആകുന്നു എന്നർത്ഥം. ക്ലിയർ? എന്നാൽ ഗവൺമെൻറ് എംപ്ലോയീസും സെമി ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ അടുത്ത മാസമാണ് സാലറി ഡ്യൂ ആകുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ സ്കെയിൽ ഓഫ് പേ. എന്താ സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ സാലറി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്കെയിൽ which shows the starting salary, annual increment and the maximum salary of an employee during his service period. ഒരു എംപ്ലോയി സർവീസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് തുടക്കത്തിൽ കിട്ടുന്ന സാലറി എത്രയാണ്? ആ തുടക്കത്തിൽ കിട്ടുന്ന സാലറി മാത്രമായിരിക്കില്ല അയാൾ റിട്ടയർ ചെയ്യുന്നവരെ ഉണ്ടാവുക. ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ഉണ്ടാവും. സാലറിയിൽ അടിസ്ഥാന ശമ്പളത്തിൽ ഓരോ വർഷവും ചെറിയൊരു വർധനവുണ്ടാവും. ആ വർധനവിന് നമ്മൾ പറയുക വാർഷിക ഇൻക്രിമെൻ്റ്, ആനുവൽ ഇൻക്രിമെൻ്റ് എന്ന് പറയും. ആ ഇൻക്രിമെൻ്റ് കാണിക്കും. ആ ഇൻക്രിമെൻ്റ് ഓരോ വർഷവും കാണിച്ച് അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് വരെയുള്ള മാക്സിമം അയാൾക്ക് സ്വീകരിക്കാവുന്ന സാലറിയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്കെയിലാണ് സ്കെയിൽ ഓഫ് പേ. പേ സ്കെയിൽ എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു നോക്കൂ. ₹12,200 ഒരു ഹൈഫൺ ഇട്ടിട്ട് 200 -13,200 -300 -14,700 -500 -19,700. ഇതിനർത്ഥം അയാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അടിസ്ഥാന സാലറി എന്ന് പറയുന്നത് 12,200 ആണ്. പിന്നെ ഓരോ വർഷവും അയാൾ പൂർത്തിയാക്കി ഓരോ വർഷവും കഴിയുമ്പോൾ അതിൻ്റെ 200 രൂപ വർദ്ധിക്കും. 12,200 ഒരു വർഷമാകുമ്പോൾ 12,400 ആവും, 12,600 ആവും. ഓക്കെ, അങ്ങനെ 13,300 വരെ ആയിക്കഴിഞ്ഞാൽ 13,200 ആയിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു വർഷമാകുമ്പോൾ 300 രൂപ വീതമാണ് വർദ്ധിക്കുക. ഓക്കെ, ആനുവൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 200 അല്ല 300 ആയി മാറും. അങ്ങനെ 13,300 ഉള്ളത് 13,500 ആവും, 13,700 ആവും, അങ്ങനെ പോകുന്നു. അങ്ങനെ ബേസിക് സാലറി 14,700 ആയിക്കഴിഞ്ഞാൽ പിന്നീട് 500 രൂപയാണ് ആനുവൽ ഇൻക്രിമെൻ്റ് വരും. 14,700 ഉള്ളത് 15,200, 15,700 അങ്ങനെ പോകുന്നു. അങ്ങനെ 19,700 വരെ വരുന്നു. ഈ സ്കെയിലിൽ അതുവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് 19,700 രൂപ വരെയാണ് ലഭിക്കുക. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ബേസിക് സാലറിയാണ്, അടിസ്ഥാന ശമ്പളമാണ്. മറ്റ് അലവൻസസ്, DA എന്ന് പറയുന്ന ഡിയർനെസ് അലവൻസസ് ഒന്നും തന്നെ ഉൾക്കൊള്ളാത്ത ബേസിക് സാലറിയാണ് എന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.